വീഴ്ചയില്ല. ആദ്യം വിലയിരുത്തേണ്ടതേ അത് കോൺഗ്രസ് ആയാലും BJP ആയാലും ഈ കേരളത്തിൽ PPP കിറ്റ് ഇല്ലാതെ ഏതെങ്കിലും ഡോക്ടറിന് അസുഖം വന്നിട്ടുണ്ടോ? ഓക്സിജൻ ഇല്ലാതെ ആരെങ്കിലും കോവിഡ് കാലത്ത് മരിച്ചിട്ടുണ്ടോ? ആശുപത്രിയിൽ സൗകര്യമില്ലാത്തതുകൊണ്ട് ഇവിടെ ആർക്കെങ്കിലും സംഭവിച്ചോ? ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കോവിഡ് അനുഭവമാണ് കേരളത്തിൽ കൊടുത്തത്. അങ്ങനെ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അർജന്റായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി സർക്കാർ എമർജൻസി പർച്ചേസ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് ഉദ്യോഗസ്ഥരുടെ. ആ കമ്മിറ്റിയെ തീരുമാനിക്കുക ഓക്സിജൻ കിട്ടാത്ത സന്ദർഭം ഇന്ത്യയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ, ഓക്സിജൻ മേടിച്ച് സൂക്ഷിക്കണോ, PPP കിറ്റ് എത്ര സ്റ്റോക്ക് ഉണ്ട്, കൂടുതൽ രോഗി വരുമ്പോൾ കൂടുതൽ വേണ്ടിവരില്ലേ, അത് നാളെ കിട്ടാത്ത സാഹചര്യം ഉണ്ടാവും എന്നൊക്കെ അവരുടെ ഉത്തമ വിശ്വാസത്തിലുള്ള വിലയിരുത്തലാണ്. ആ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ വില കൂടിയാലും മേടിക്കും. അപ്പോ CAG റിപ്പോർട്ട് ഈ പറയണത് ഇതിനൊക്കെ കുറഞ്ഞ വിലക്കപ്പം കിട്ടുമായിരുന്നു മാർക്കറ്റിൽ നിന്ന്. ഏത് കിട്ടുമായിരുന്നു? PPP കിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 പോലെ 1000, 2000, 10,000 രൂപയുടെ ഉണ്ടാവും. ഏത് ക്വാളിറ്റിയാണ് കിട്ടുമെന്ന് പറഞ്ഞത്? എന്ത് ഡേറ്റയാണ് അവർ താരതമ്യപ്പെടുത്തിയത്? സർക്കാരിനെ തെളിവാരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രസ്ഥാനം കുറഞ്ഞു കിട്ടും. CAG ആണെങ്കിലേ കണക്ക് വെക്കണം. അത് മുമ്പ് മേടിച്ച വിലയല്ല കേട്ടോ, കോവിഡ് വന്നപ്പോൾ സാഹചര്യം മാറി. അതുകൊണ്ട് കോവിഡ് കാലത്ത് ഇന്ന വിലക്ക് ഇതേ ക്വാളിറ്റി സാധനം കിട്ടുമായിരുന്നു, അതിനേക്കാൾ കൂടുതൽ വിലക്ക് മേടിച്ചു എന്നുള്ളതാണ്. അപ്പോ ജനങ്ങളുടെ സുരക്ഷ തന്നെ ഏറ്റവും പ്രധാനം. ആ സുരക്ഷ കാലത്ത് എമർജൻസി പർച്ചേസ് നടത്താൻ വേണ്ടി എമർജൻസി കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി പരിശോധിച്ച് തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനങ്ങൾ ശരിയായിരുന്നു എന്നുള്ളത് കേരളത്തിലെ കോവിഡ് അനുഭവം തെളിയിച്ചിട്ടുണ്ട്. CAG രാഷ്ട്രീയം തന്നെ. ഏത് രാഷ്ട്രീയമാണ്, ഏത് സ്ഥാപനമാണ് BJPക്കാര് ഈ രീതിയിൽ നശിപ്പിക്കാതുള്ളത്? സകല ഭരണഘടനാ സ്ഥാപനങ്ങളെയും അവർ തകർത്തുകൊണ്ടിരിക്കുക. അതിന് കൈമണിയടിക്കലാണ് ഇവിടുത്തെ പ്രതിപക്ഷത്തിന്റെ പരിപാടി എന്ന് പറയുന്നത്. അതുകൊണ്ട് CAG കേരളത്തിനെതിരായിട്ടുള്ള കുരിശുദ്ധത്തിന്റെ ഭാഗമാണ്. നേരത്തെ കിഫ്ബിക്കെതിരായിട്ട് അവർ വന്ന് അതേ നാണയത്തിൽ തിരിച്ചു കൊടുത്തു. ഇതിനും മറുപടി സർക്കാർ കൊടുത്തോളൂ. ആദ്യത്തെ മാസം 500 എത്ര രൂപയ്ക്ക് വാങ്ങി, പിന്നെ കോവിഡ് അടുത്ത മാസം 1000 എത്ര രൂപയ്ക്ക് വാങ്ങി എന്നാണ് CAG. ഞാൻ അതാ പറയുന്നത്, നമ്മുടെ ബെസ്റ്റ് ജഡ്ജ്മെന്റ് ആണെന്ന്. ഈ എമർജൻസി വരുമ്പോൾ അങ്ങനെയല്ലേ? നിങ്ങൾ പ്രകൃതി ദുരന്തം വന്നു, ആ പ്രകൃതി ദുരന്തകാലത്ത് ആ ഇത്രയോ അധികാരങ്ങളാണ് അധികാരികൾ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. സാധാരണഗതിയുള്ള സാഹചര്യത്തിൽ അതുണ്ടാവൂ. അതിന് ഒരു എമർജൻസി എങ്ങനെ നേരിടണമെന്ന് കേരളം ഇന്ത്യയെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ വന്നിട്ട് തോണ്ടി വിളിച്ചിട്ടൊന്നും നോക്കണ്ട.